കഴിഞ്ഞ 1-2 ആഴ്ചയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റ് ആൻഡ് ന്യൂസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. ഏതൊക്കെ അപ്ഡേറ്റ് ആണ് ന്യൂസൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് അപ്ഡേറ്റ് കവാസാക്കിയുടെ ഭാഗത്തു നിന്നാണ്. കവാസാക്കിയുടെ കുറച്ച് മോഡലിനൊക്കെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. കവാസാക്കിയുടെ നിഞ്ച 500 ഏകദേശം ഒരു 15,000 രൂപേൻ്റെ ഓഫർ വെച്ചിട്ടുണ്ട്. നിഞ്ച 650ക്കും ഏകദേശം ഒരു 45,000 രൂപേൻ്റെ ഓഫർ വെച്ചിട്ടുണ്ട്. നിഞ്ച 300 ഓഫർ ഉണ്ട്, ഏകദേശം ഒരു 30,000 രൂപേൻ്റെ ഓഫർ വെച്ചിട്ടുണ്ട്. പ്രൈസ് ഓഫറാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ടി വി എസിൻ്റെ ഭാഗത്തു നിന്നാണ്. ടി വി എസിൻ്റെ പുതിയ റോണിൻ 225 2025 മോഡൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ വന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഒരു പുതിയ കളേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തവണ മിഡ് വേരിയൻറ്റിന് ഡുവൽ ചാനൽ ABS അവരിപ്പം കൊടുക്കുന്നുണ്ട്. വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1,35,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് CF മോട്ടോഴ്സിൻ്റെ ആണ്. അതായത് ചൈനീസ് മോട്ടോർ കമ്പനി ആയിട്ടുള്ള CF മോട്ടോഴ്സ് അവരുടെ പുതിയ മോഡൽ ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. CF മോട്ടോഴ്സിൻ്റെ കുറച്ച് മോഡലൊക്കെ ഇന്ത്യയിലേക്ക് അവൈലബിൾ ആണെങ്കിലും അതൊക്കെ ഇന്ത്യയിൽ നിന്ന് നിർത്തലാക്കിയതാണ്. അപ്പോൾ പുതിയൊരു റീ എൻട്രിയിലേക്ക് അവർ പ്ലാൻ ചെയ്യലാണ്. അവരുടെ 450cc മോട്ടോർ സൈക്കിളായിരിക്കും 2025 ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. നാലാമത്തെ അപ്ഡേറ്റ് ട്രയംഫിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ട്രയംഫിൻ്റെ ട്രക്ഷൻ 400. ഇപ്പം തന്നെ ഒരു 4-5 തവണ വണ്ടി ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടീൻ്റെ ഒരു ഫൈനൽ ടെസ്റ്റ് ഇപ്പം തന്നെ തീരാൻ പോകുകയാണ്. വണ്ടി എന്തായാലും ഈ വർഷം തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. ഇത് ട്രയംഫിൻ്റെ ഒരു കഫേ റേസർ ആയിട്ടുള്ള ഒരു മോഡലാണ്. നമ്മുടെ സ്പീഡ് 400ൻ്റെ സെയിം എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു കഫേ റേസർ മോഡലാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. വണ്ടീൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഒരു 2,60,000 to 70,000 എക്സ്ഷോറൂം. അടുത്ത അപ്ഡേറ്റ് BMW ഭാഗത്തു നിന്നാണ്. നമ്മൾ ഐക്മയിൽ കണ്ട ഒരു കൺസെപ്റ്റാണ് BMW F450 GS. അതായത് BMW ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു 450cc ഉള്ള ഒരു 10 സിലിണ്ടർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ റെഡി മോഡൽ ഈ വർഷം തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. BMW ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. ലാസ്റ്റ് അപ്ഡേറ്റ് ഹീറോൻ്റെ ഭാഗത്തു നിന്നാണ്. ഹീറോൻ്റെ ഒരുപാട് പേർ കാത്തിരിക്കുന്ന 2 മോഡലാണ് ഹീറോൻ്റെ എക്സ്പൾസ് 210 Xtreme 250R. വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി നമ്മൾ ഇതുവരെ റോട്ടിലൊന്നും കാണാൻ തുടങ്ങിയില്ല. വണ്ടിയുടെ ബുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒടുവിൽ അവർ ബുക്കിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. മാർച്ച് 20 തൊട്ടാണ് വണ്ടിയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 20 ബുക്ക് ചെയ്താൽ തന്നെ വണ്ടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൈ കിട്ടും. ഇപ്പോൾ മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ തന്നെ വണ്ടി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനും പറ്റും. എക്സ്പൾസ് 210ൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1,85,000 രൂപയാണ് എക്സ്ഷോറൂം. അത് ബേസ് മോഡലിൻ്റെ പ്രൈസാണ്. ഇനി ടോപ്പ് വേരിയൻറ്റ് നോക്കുവാണെങ്കിൽ 1,85,000 രൂപയാണ്. ബേസും ടോപ്പുമായിട്ട് ഏകദേശം ഒരു 10,000 രൂപീസിൻ്റെ മാറ്റം ഉണ്ടാവും. ആ ഒരു 10,000 രൂപീസിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ബേസ് മോഡലിന് സിംഗിൾ ചാനൽ ABS ആണ്. നെക്കിൽ ഗാർഡ് വരുന്നില്ല, വിൻസ്ക്രീൻ ഒന്നും വരുന്നില്ല. ഒരു 10,000 രൂപ കൂട്ടിയിട്ട് ടോപ്പ് എടുക്കലാണെങ്കിൽ ഡുവൽ ചാനൽ ABS ഉണ്ടാവും, TFT മീറ്റർ കൺസോൾ ഉണ്ടാവും, വിൻസ്ക്രീൻ ഉണ്ടാവും, നെക്കിൽ ഗാർഡ് ഉണ്ടാവും. എക്സ്പൾസ് 210 റാലി മോഡലും കൂടി വരാനുണ്ട്. അതും ഉടൻ തന്നെ അവർ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി Xtreme 250Rൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ വണ്ടി ഒറ്റ വേരിയൻറ്റിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 1,80,000 രൂപയാണ് വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്.